പ്രിയപ്പെട്ട ഗോഡത്തിൻ്റെ കൂട്ടുകാർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പൊട്ടറ്റോ ചിപ്സും പിന്നെ ചിക്കൻ പൊരിച്ചതും ഒക്കെയാണ് കാണിച്ചത്. അതിനകത്ത് പൊട്ടറ്റോ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വിശദീകരിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചില്ല. കാരണം എനിക്കും തിരക്കുമായിരുന്നു. പിന്നെ വീഡിയോ വലുതായി പോയാൽ അതും ഒരു പ്രശ്നമല്ല. അതുകൊണ്ടിട്ടാണ് ഞാനത് പെട്ടെന്ന് ഞാനത് കാണിച്ചത്. പക്ഷേ ചിക്കൻ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പൊട്ടറ്റോ അത്ര എല്ലാവർക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാനിന്ന് ഒരു ഇത്രയും പൊട്ടറ്റോ എടുത്തിട്ട് ഞാൻ നിങ്ങളെ ഒന്ന് അതെങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന്, ശരിക്കും നമ്മളത് ചെയ്യണമെന്നെങ്കിൽ ഒരു കുറച്ച് സമയം പിടിക്കും. എങ്കിലേ നമുക്ക് നല്ല രുചിയിലും നല്ല വടി പോലെയും ഒക്കെ ആയിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ. അത് അന്ന് എനിക്ക് അങ്ങനെ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോൾ കുറച്ചൊരു ഇത് വന്നു. തണുത്തപ്പോഴത്തേക്ക് അത് നല്ലപോലെ തളർന്നു പോയി. ഇന്നിനി ഞാൻ നിങ്ങളെ ഇച്ചിരി തണുത്താലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന പോലത്തെ പൊട്ടറ്റോ ചിപ്സാണ് ഞാനിന്നത് ഉണ്ടാക്കുന്നത്. അത് ഞാൻ നിങ്ങളെ ഇപ്പം തന്നെ ഞാനത് കാണിച്ചു തരാം. അതിനായിട്ടാണ് ഞാനിതെടുത്ത് ഞാനിനി ഇതൊന്ന് വൃത്തിയാക്കട്ടെ. പ്രിയപ്പെട്ട ചെടി കേട്ടോ, ഇതിങ്ങനെയാണ്. ഇതിൻ്റെ ഈ തലയെ ഇവിടോ ഞാനങ്ങ് കണ്ടിക്കിട്ടാണ്. നമ്മുടെ ചിപ്സിന് നല്ല ഭംഗി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ കണ്ടിച്ചിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ടാണ് നമ്മളിതിനെ കട്ട് ചെയ്യുന്നത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇച്ചിരി വലിപ്പത്തിലെടുക്കണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. ഇതിനൊരു മെഷീനുണ്ട്, നമ്മുടെ ഇവിടെയൊന്നും നമുക്ക് കിട്ടാനില്ല. അതുപോലെ തന്നെ ഈ മഞ്ഞ കളറുള്ള, അതായത് നമ്മൾ പറയും ഇവിടെ അതിന് പിന്നെ ഇച്ചിരി വെള്ളം പറ്റിയ എന്ന് വേണേൽ പറയും. പക്ഷേ അത് സ്റ്റാർച്ച് പിന്നെ കുറവും ഈ സാധനത്തിനാണ്. സ്റ്റാർച്ച് ഇല്ലാത്ത സാധനമാണ് നമുക്ക്, കുറവുള്ള സാധനമാണ് നമുക്ക് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല കറ പച്ചയാണ്. ഇതിന് അത്ര തന്നെ രുചിയുണ്ട്, പക്ഷേ അത്ര തന്നെ ഇതിന് ഇത് കിട്ടത്തില്ല. അപ്പം നമ്മളിത് ഇങ്ങനെയാണ് ഞുറുക്കി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇച്ചിരി വലുപ്പത്തിൽ ഞുറുക്കിയാലേ നമുക്ക് അതിനെ എന്താ കണ്ടീഷനായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ ഇവിടെയൊക്കെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും. വലിയ സൂപ്പർ മാർക്കറ്റിലും ടൗൺ ഏരിയയിലൊക്കെ കിട്ടും. പക്ഷെ ഞങ്ങൾക്കിവിടെ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല. മനസ്സിൽ ആഗ്രഹമുണ്ട് അതുകൊണ്ട് കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ, ആ നല്ല സൈസ് പൊട്ടറ്റോസൊക്കെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഇതിനായിട്ട് പ്രത്യേകിച്ച് അവർ ഇത് മാറ്റി വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എനിക്കതറിയില്ല. ഇവിടുത്തെ ഇതൊന്നും നമ്മളിതങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് നമുക്കിതറിയില്ല. ഓക്കെ, ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് മുറിച്ച് എടുക്കുവാണേ. എടുത്തിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഞാനിങ്ങനെ അരിഞ്ഞെടുത്തത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ പാകം. ഇതുണ്ടോ, ഇതിങ്ങനെ വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ സ്റ്റാർച്ച് നന്നായിട്ട് പോയി ഇത് വെളുത്ത വെള്ളം വരുന്നവരെ നമുക്കിത് കഴുകണം. കാരണം ഇതിനകത്തുള്ള സ്റ്റാർച്ച് പോകുന്ന വരെ ഇത് നല്ലോണം കഴുകിയെടുക്കണം. ഞാനിത് ഇങ്ങനെയൊന്ന് കഴുകി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി കേട്ടോ. ഇതിപ്പോൾ ഞാനിത് ഇങ്ങനെ കഴുകുമ്പോൾ ഈ വെള്ളത്തിൻ്റെ നിറം കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്റ്റാർച്ച്. ഇത് നല്ലതുപോലെ പോയാൽ മാത്രമേ നമുക്ക് ഈ സാധനം നന്നായിട്ട് വറുത്ത് കോരി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കഴുകിയാലൊന്നും പോരാ, 2-3 പ്രാവശ്യമെങ്കിലും നമ്മളിത് കഴുകുന്നത് കണ്ടോ. ഈ വെള്ളം കണ്ടോ, ഇതിങ്ങനെ കഴുകി എടുത്താലേ നമുക്ക് നമ്മുടെ സാധനം ഭംഗിയായിട്ട് കിട്ടും. ഇത് കേട്ടോ, ഞാനിത് ഇത്രയും കഴുകി ഇതിൻ്റെ വെള്ളം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് വെച്ച് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ സാധനത്തിന് ഘടന വ്യത്യാസം വരും. അതാണ് നമുക്കിപ്പോൾ നല്ല ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലത്തെ ചിപ്സ് വേണ്ടത് നമുക്ക് കിട്ടാൻ.
അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഞങ്ങൾ ഇത് വിദേശത്തൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് എൻ്റേതായ രീതിയിൽ. അവിടെയൊക്കെ നല്ല വെളിച്ചെണ്ണ കിട്ടത്തില്ല, അവിടെ നല്ല ഓയിലുകളൊക്കെ കിട്ടും. പക്ഷേ ഇവിടുത്തെ ഓയിലിനൊക്കെ ഒരു ദിവസം മേടിച്ച ഒരു മണമായിരിക്കും, പിറ്റത്തെ ദിവസം പിന്നെ ഒരു ദിവസം പോയി മേടിക്കുമ്പോൾ അതിന് വേറൊരു മണമായിരിക്കും. അതുകൊണ്ടിട്ട് ഞങ്ങൾ ഒരിക്കലും അത് ഉപയോഗിക്കാറില്ല. ഏതായാലും ഇന്ന് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. എങ്ങനെയിരിക്കും നമുക്കൊന്നറിയാമല്ലോ. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് മാറുമെന്നാണ് പറയുന്നത്, നമ്മുടെ നാവിൻ്റെ രുചിയല്ലേ. അപ്പം ഞാനിത് ഇതൊന്നാം ഘട്ടമാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുക. ഈ സാധനം നമുക്കൊന്ന് അടുപ്പത്ത് വെള്ളം തിളപ്പിച്ച് അതിനകത്തുനിന്ന് ഇട്ട് കോരിയെടുക്കണം. അതാണ് ഇനിയത്തെ സ്റ്റെപ്പ്. ഇങ്ങനത്തെ ഏതെങ്കിലും മാത്രമേ നമുക്കിത് അതിൻ്റേതായ ടേസ്റ്റിന് നമുക്ക് കിട്ടുകയുള്ളൂ, എങ്കിലേ നമുക്കത് തിന്നാനും ഒക്കെ രസം വരുള്ളൂ. അപ്പം ഞാൻ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഞാനൊന്ന് അടുപ്പേ വെച്ചൊന്ന് തിളപ്പിക്കട്ടെ. എന്നിട്ട് വേണം നമുക്കിത് വെള്ളം അതുപോലെ തിളച്ചു. ഇതിനകത്തോട്ട് ഞാനിത് ഇടുക. ഇനി അത് പതുക്കെ ഒന്ന് വേകട്ടെ കേട്ടോ. പതുക്കെ കുറച്ച് വെന്താൽ മതി. ഞാനത് അതിൻ്റെ പാകം ഞാൻ നിങ്ങളെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഒരുമാതിരിയായി. ഈ സാധനം ഇങ്ങനെ നമുക്ക് ഒടിച്ചിട്ട് നമുക്കിത് വാലിട്ട് ചവയ്ക്കാൻ പറ്റിയത്, അതായത് വെന്ത് ചമ്മന്തി ആകരുത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളിത് വാങ്ങണം. ഞാനിത് വാങ്ങി കുടഞ്ഞിട്ടെ നല്ലതുപോലെ ഇതൊന്ന് ആറും വേണം. ഇതിൻ്റെ വെള്ളവും നല്ലതുപോലെ ഒന്ന് വലിയണം, ഉണങ്ങണം. എങ്കിലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാനിതൊന്ന് ഉണങ്ങട്ടെ. ഇതൊന്ന് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഇതൊന്നും ഉണ്ടാക്കി കഴിക്കണമെങ്കിലേ ശകലം ബുദ്ധിമുട്ടാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം നമുക്ക് ഉണ്ടാക്കി വേണമെങ്കിൽ സ്റ്റോക്ക് ചെയ്യുക. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നോളും, കുഴപ്പമൊന്നും വരത്തില്ല. അത് കൂടുതലൊക്കെ ഞാൻ വെച്ചിട്ടില്ല, അത്രയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ടൊക്കെ ഇനി വരാനുള്ള സമയങ്ങൾ അടുത്ത് വരുവാണല്ലോ. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് ഭക്ഷണം ഒക്കെ വരുമ്പോഴേക്ക് ഭക്ഷണം ഒരു ചായയൊക്കെ കൊടുക്കണമെങ്കിൽ ഈ സാധനം നമുക്ക് വറുത്ത് കോരി ഇച്ചിരി സോസും ഒക്കെ അതിൻ്റെ ഒരു ഒഴിച്ച് കൊടുത്ത പിള്ളേർക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. ഇനിയിപ്പോൾ അതിന് ഗ്യാസ് വരുമെന്ന് അങ്ങനെ പേടിക്കാനുമില്ല. കാരണം ഇതിനകത്ത് സ്റ്റാർച്ചും എല്ലാം നമ്മളിത് കളഞ്ഞു. അതിനകത്ത് സ്റ്റാർച്ചും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മളിത് തികത്തി കുറ്റിയൊക്കെ ആയിട്ട് നമ്മളിത് കളഞ്ഞു. അങ്ങനെ കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് കുറേ വടിയായിട്ട് കിട്ടുള്ളൂ. ഇച്ചിരി തണുത്ത് കഴിഞ്ഞാലും നമുക്കിത് അതുപോലെ കിട്ടണമെന്ന് വരികിൽ നമ്മളിതിങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ഉണ്ടാക്കി ഇനി വരുന്ന ചൂടോടുകൂടി അല്ലേ വായിലിട്ട് നമ്മൾ പൊട്ടിച്ച് കഴിക്കണം. ഇച്ചിരി കഴിഞ്ഞിട്ട് എങ്ങനെയായാലും നമ്മൾ ഉണ്ടാക്കുന്ന സാധനം തണുക്കും, അല്ലെങ്കിൽ നമ്മൾ തണുത്ത സാധനങ്ങളല്ലേ കഴിക്കാറ്. അതുകൊണ്ടാണ് എണ്ണ തിളച്ചു. ഇനി ഇത് കുറച്ച് രണ്ടായിട്ട് ഇടാം. ഞാനെടുത്തത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാകുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് നമ്മുടെ ടേസ്റ്റുകളാണ് കിട്ടുന്നത്. ഇത് ടേസ്റ്റ് ആവശ്യമുള്ളവർ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നല്ല ഇതുകൊണ്ട് സൺഫ്ലവറിൻ്റെ ഓയിലോ ഒക്കെ ഉപയോഗിക്കുകയാണെന്നൊരിക്കൽ വിദേശികളുടെ ഒരു ടേസ്റ്റ് വരും. ഇത് നമ്മൾ കേരളക്കാരുടെ ഒരു ടേസ്റ്റാണ് കിട്ടുക. ഇപ്പം എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. ഞാൻ കടയിൽ പോയി വാങ്ങിച്ചാൽ എനിക്കത് അതിൻ്റെ മണവും രുചിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ഇതിനകത്താണ് ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത്. നല്ലത് കിട്ടുമ്പോൾ നിങ്ങൾക്കൊക്കെ എണ്ണ കിട്ടുന്നുണ്ടെന്നൊരിക്കൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. നമ്മുടെ പൊട്ടറ്റോയ ഇപ്പോൾ അതിൽ നല്ലതുപോലെ മൊരിച്ചിലായി. ഇപ്പം തന്നെ നല്ല കിലുകിലിയാണ് ഇരിക്കുന്നത്. എന്നാലും ആയില്ല, ഇതിൻ്റെ പകുതി ഇതേ ആയാലും ഇത് ഉണ്ടാക്കി കഴിക്കണമെന്നൊരിക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ തന്നെ ഇത് കിലുകിലാന്നാണ്. പക്ഷേ ഇത് വേഗം തന്നെ ഇത് തണുത്തു പോകും. അപ്പോൾ ഈ ഷേപ്പ് ആകുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം. അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെന്തതേ ഉള്ളൂ. ഇനി നമ്മളിതിൻ്റെ ബാക്കി ഇനിയും ചെയ്യാനുണ്ട് സംഭവങ്ങൾ. ഇത്രയും ചെയ്തതിന് ശേഷം വേണം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാൻ.
അപ്പോൾ ഇനി ബാക്കി ഞാൻ കാണിച്ചു തരാം. ഇത് നാറട്ടെ. നല്ലതുപോലെ തണുത്തു. ഇത് കോൺഫ്ലവർ കേട്ടോ. ഇതൊരു നല്ലപോലെ തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു സ്പൂണ് സാധനം ഇതിനകത്തോട്ടൊന്ന് കുടയുക നമ്മൾ ചെയ്യുന്ന. ഒരു സ്പൂൺ മതി, അധികം ഒന്നും വേണ്ട നമുക്ക്. ഓക്കെ, എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ കുടഞ്ഞെണ്ണിയെടുക്കുകയായിരുന്നു. കാരണം നമുക്ക് ഒരിക്കലും തവിയോ കൈ കൊണ്ടൊക്കെ ഇളക്കുമ്പോൾ ഇത് ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊടിയാത്തത് വേണ്ട നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ അവർ പറയല്ലേ എനിക്ക് ഒടിഞ്ഞതാണ് കിട്ടിയെന്ന്. നമ്മുടെ കുഞ്ഞുമക്കളെ എത്രയധികം സന്തോഷിപ്പിക്കാവോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമായിട്ട് ഞാനിതിനെ കാണുന്നുള്ളൂ. പതുക്കെ നമ്മളിങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൈ കൊണ്ട് പൈകി പൊടിയാത്ത വിധത്തിൽ വേണം നമുക്കിത് ആക്കിയെടുക്കാൻ. ഇപ്പം നമ്മൾ നല്ലതുപോലെ സൺഫ്ലവറിനകത്താക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു നല്ല പാത്രത്തിലിട്ട് നമ്മൾ ആ ഫ്രിഡ്ജിലൊന്ന് വയ്ക്കുക. ഇതിപ്പോൾ ഈ ചില്ലിൻ്റെ നല്ല പാത്രം, അടപ്പൊക്കെ ഉള്ള പാത്രമാണ് നമുക്കിന്നെ ആവശ്യം. അപ്പം ഞാനിത് ചില്ലൊക്കെ അല്ല ഈ അടപ്പുള്ള പാത്രത്തിൽ ഞാനിത് ഇട്ടൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി പോകാം. എങ്ങനെയും ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിലിരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തണുപ്പ് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രീസറിനകത്ത് ഈ ഐസ്ക്രീം അതും ഇതൊക്കെ വെക്കുന്ന അതേ സൈസ് ഫ്രീസറുണ്ടല്ലോ, ആ ഫ്രീസറിനകത്ത് വേണമെങ്കിലും നമുക്കിത് വെക്കാം. അതായത് കടകളിയൊക്കെ നമുക്കൊരു തരം ഫ്രീസറുണ്ടല്ലോ, അതിനകത്ത് വെക്കാം. നമ്മുടെ അലമാരി ഫ്രീസറിൽ വെക്കരുത്, അത് കട്ടയായിട്ട് പോകും, പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ഞാനത് തിരുമ്മി എല്ലാം റെഡിയാക്കി വെച്ച ഇതാണ്. പക്ഷെ എനിക്ക് 3 ദിവസം കഴിഞ്ഞാണ് എനിക്കിത് പൊരിച്ചെടുക്കാൻ സൗകര്യം കിട്ടിയത്. അന്ന് ഞാനത് പൊരിക്കണമെന്ന് വിചാരിച്ച് വെച്ചിട്ട് എനിക്ക് പൊരിക്കാൻ സൗകര്യം കിട്ടിയിരുന്നില്ല. വേറെ ഓരോ പണിയും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം എനിക്ക് കിട്ടിയില്ല. ഇന്ന് ഞാനിതിനെ എടുത്ത് ഒന്ന് പൊരിച്ച് നോക്കിയിരുന്നു. 3-ാം ദിവസമാണ്. അപ്പോൾ ഞാനൊന്ന് പൊരിച്ച് നോക്കട്ടെ. അപ്പോൾ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അത് തിരിഞ്ഞ് അല്ല ആ പൊടിയിട്ട് നമ്മളവിടെ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തെ ഇതിലും നല്ല ഭംഗിയിലിരിക്കും. നമ്മുടെ ഇതിനകത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ആ ഫ്രീസറിൻ്റെ പേരെനിക്കറിയില്ല. നമ്മൾ ഐസ്ക്രീം അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു പെട്ടി പോലെ തന്നെ ഇടണം. അതിനകത്ത് സാധാരണ ഉള്ളതിൽ ഒരു ശകലോട് തണുപ്പ് കൂടുതലേ ഉള്ളൂ. നമ്മുടെ ഫ്രീസറിൽ തണുപ്പ് അതിനില്ല. എന്നാൽ ഫ്രിഡ്ജിനെക്കാട്ടിലും ഒരു ഇച്ചിരി കൂടെ ഉയർന്ന താപനില, എല്ലാം നല്ലൊരു സോഫ്റ്റായിട്ടൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് ആ പെട്ടി പോലെയുള്ള ഫ്രീസർ. അതിനകത്താണ് ഇതൊരു പിന്നെ കാറ്റ് കയറാത്ത കൂടിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് നല്ല ഭംഗിയിൽ കിട്ടും. എന്നിട്ട് നമ്മളിതിങ്ങനെ കുറച്ച് ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ടെടുത്ത് പൊട്ടിക്കരുത്, ഒടിച്ച് കളയാതെ നമ്മളിങ്ങനെ എടുത്തിട്ട് നമ്മളിതിനെ അങ്ങോട്ടൊന്ന് വറക്കാം, പൊരിക്കാം. എണ്ണ തിളച്ചിട്ടുണ്ട്. ഞാനിനി അതിനകത്തോട്ട് ഞാനങ്ങോട്ടൊന്ന് ഇടുവാണ്. ഇത് വേണമെന്നില്ല. എണ്ണ ഈ ചട്ടിക്കകത്ത് നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരരിപ്പ പാത്രമുണ്ട്. ആ അരിപ്പ പാത്രത്തിനകത്തിട്ട് വേണമെന്നൊരു നമുക്ക് ഇതിനകത്തിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇതിനകത്ത് വെക്കുകയാണെന്നിരിക്കും. നമുക്ക് തവിയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് പതുക്കെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് അത് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഈ കുറച്ചല്ലേ ഉള്ളൂ, അതിന് കുറച്ചധികം എണ്ണയൊക്കെ വേണം. അപ്പോൾ ഇതിങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല. ഓക്കെ, ഇതല്ലേ ചുമക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീ അധികം വേണ്ട, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ തീ അധികം ഞാൻ കൊള്ളിക്കുന്നില്ല. അതിൻ്റെ ഉള്ളൊക്കെ നേരത്തെ തന്നെ നമുക്ക് പതുക്കെ വാട്ടി വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത്
ആയി വരുന്നുണ്ട് ഇതല്ലേ. ഇച്ചിരി തീ അരിയായതുകൊണ്ട് പതുക്കെ ഒന്ന് വാങ്ങാൻ നോക്കി. ഈ കളറാകുമ്പോൾ നമ്മൾ ഇത് കോരിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ പാകം. ഇത് നമ്മളിങ്ങനെ കോരിയെടുത്തിട്ട് ഇത് ഇച്ചിരി മൂത്ത് പോയി, കാരണം തീ അധികമായിരുന്നു. സിമ്മിലിട്ടെന്ന് വേണം പറയാം. ഇച്ചിരി തീയിലേ നമ്മളിത് പൊരിച്ചെടുക്കാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്തത്, അതുകൊണ്ടിട്ട് അതിന് നല്ല കളറുണ്ട്. ഇതിന് ഒരു ശക്കല ഡാർക്ക് നിറായിപ്പോയി. നല്ല നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതൊന്ന് ഇച്ചിരി ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ ചെയ്തതുണ്ട്. നല്ലോണം മൂത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ വരുമ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. കുറച്ച് ദിവസം, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇത് തിരുമ്മി ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്കിത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇതും ഒരു സിമ്പിൾ കറിയാണ്, ഇതാണ് ഒരു ഫുഡാണ്. ഒരു 4 മണി പലഹാരമായിട്ട് നമ്മളെ മക്കൾക്കൊക്കെ കൊടുക്കാം. ഇനി അല്ല ചിക്കനൊക്കെ ഉണ്ടെന്നായിരിക്കില്ല, അത് നന്നായിട്ട് പൊരിച്ചെടുത്ത് വെച്ചിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ കഴിക്കാമെങ്കിൽ ഏറെ ടേസ്റ്റാണ്. ഇച്ചിരി സോസും കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ മക്കളുമൊക്കെ വരുമ്പോൾ ഞങ്ങളങ്ങനെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളും ട്രൈ ചെയ്യുക. ഒരുപാട് പൈസയൊന്നും ആവത്തൊന്നുമില്ല, അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.